ബംഗാൾ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന റീപോളിംഗിനായി അതീവ സുരക്ഷാ സന്നാഹമൊരുക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുൻപ് നടന്ന വോട്ടെടുപ്പിൽ വ്യാപകമായ EVM അട്ടിമറിയും അക്രമ സംഭവങ്ങളും ഉണ്ടായതിനെ തുടർന്നാണ് നാളത്തെ റീപോളിംഗ്. കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ അപ്രതീക്ഷിതമായി മത്സരരംഗത്തു നിന്നും പിന്മാറിയിരുന്നു. ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 29 നടന്ന ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ വ്യാപകമായ ബൂത്തുപിടുത്തവും EVM തകർക്കലുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഫാൽത്തയിലെ പോളിംഗ് പൂർണ്ണമായും കമ്മീഷൻ റദ്ദാക്കിയത്. നാളെ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും റീപോളിംഗ് നടക്കുമ്പോൾ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇരട്ടിയാക്കിയിരിക്കുന്നത്. പുതിയ സുരക്ഷാ പ്ലാൻ പ്രകാരം ഓരോ പോളിംഗ് സ്റ്റേഷനിലും കേന്ദ്ര സായുധ പോലീസ് സേനയുടെ സാന്നിധ്യം ശക്തമാക്കും. പ്രശ്നബാധിത ബൂത്തുകളിൽ ഇരട്ടിയിലധികം ജവാന്മാരെ കാവലിനായി നിയോഗിക്കും. ഇതിനു പുറമെ പോളിംഗ് സ്റ്റേഷനുകളുടെ പരിസര പ്രദേശങ്ങളിൽ അക്രമികൾ തമ്പടിക്കുന്നത് തടയാൻ ആധുനിക ഡ്രോൺ നിരീക്ഷണവും CCTV വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർമാർക്ക് യാതൊരുവിധ ഭയവുമില്ലാതെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. TMC ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ പാർലമെന്റ് മണ്ഡല പരിധിയിൽ വരുന്ന VIP മണ്ഡലമാണ് ഫാൽത്ത. തൃണമൂൽ സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്നും ഒളിച്ചോടിയ പശ്ചാത്തലത്തിൽ പോളിംഗ് ദിവസം വോട്ടർമാരെ സ്വാധീനിക്കാനോ സംഘർഷം സൃഷ്ടിക്കുവാനോ ഉള്ള ശ്രമങ്ങൾ തടയാൻ അതത് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും കമ്മീഷൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രമക്കേടുകൾ കാണിക്കാൻ ശ്രമിക്കുന്നവരെ ഉടനടി അറസ്റ്റ് ചെയ്യാൻ കമാൻഡോകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ അസാധാരണ സുരക്ഷാ ക്രമീകരണം ഫാൽത്തയിൽ ഒരു നിഷ്പക്ഷ വോട്ടെടുപ്പിന് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ. ജനം, ഡൽഹി.